പല്ല് കഴിച്ചിട്ട് വയ്യ കുട്ടി. ശരി. അനങ്ങാ വയ്യ. എന്താ ചെയ്യാ? ഞാനിപ്പോ അതിനെ ആശുപത്രിയിലൊക്കെ പോയി. അപ്പൊ പല്ലിന് വേറൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾ ഈ തൊള ഇപ്പൊ എന്താ ഉണ്ടായിച്ചാല് നമ്മുടെ ആ കുട്ടറ മുടി കളച്ചലിന് കുറച്ച് ഇറച്ചി കൊണ്ടുവന്ന് തന്നു ഇവിടെ. അല്ല ബീഫ് ഇറച്ചിയ ആ ബീഫേ. അപ്പൊ അത് ഒന്ന് വരട്ടിയൊക്കെ ആക്കി വെച്ച നമ്മുടെ സുലൈമാന്റെ കുട്ടി നന്നായിട്ട് വെക്കുവാണ്. അത് കണ്ടപ്പോ ഞാൻ ഒരു 2 വർഷം കൂടുതൽ നിന്ന് പോനെ. അപ്പൊ വയറ്റിലേക്ക് ഇറങ്ങിയിട്ട് കൂടുതൽ ഇപ്പൊ പല്ലിന്റെ ഇടയിലേക്ക് ഇറങ്ങി തോന്നുന്നു. അപ്പൊ ഈ പല്ല് മുമ്പ് ഇതേമാതിരി ഒരു കേട് വന്നു തന്നെയായിരുന്നു. അപ്പൊ അന്ന് ഞാനിത് കൊണ്ടുപോയിട്ട് ഇപ്പൊ കനാലൊക്കെ വെട്ടി ശരിയാക്കിയതാ. റൂട്ട് കനാലാ? അതന്നെ. ശരിയാക്കി ആ കടത്തുണ്ടായിരുന്നു. ഇപ്പൊ അതാ കനാലൊക്കെ തുറന്ന് അതൊക്കെ പോയി. എന്നിട്ട് ഇപ്പൊ കനാലിന് നിറച്ചിപ്പോ ഇറച്ചിയാ തോന്നുന്നുണ്ട്. ഇപ്പൊ വയനാടുള്ള എടക്കൽ ഗുഹേനൊക്കെ വലിയ ഗുഹയാണ് ഇപ്പൊ പല്ലിന്റെ ഉള്ളിൽ എന്നാ പറയണത് ഡോക്ടർ. പൈസ കുറെ ഉണ്ടാക്കല്ലേ, സന്ദർശകർ കുറെ ഏട്ടക്കൊരു വേദന ഇങ്ങോട്ട് വരും എന്റെ സുതിയെ. കുത്തലെടുക്കലേ? പറയണ്ട. ഇത്ര വേദന. ഞാനിത് അവിടെ ഈ ആശുപത്രിയിൽ അവിടെ നടന്നില്ല. ഞാൻ ഗവൺമെന്റ് ആശുപത്രിയിൽ അവിടെ ക്യൂ നിൽക്കല്ലാണ്ട കാര്യം നടക്കില്ല മനസ്സിലായിട്ട് പുറത്തേക്ക് ഇറങ്ങി ഞാൻ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയിട്ടാണ് ഇപ്പൊ ഡോക്ടറെ കണ്ടത്. അപ്പൊ മൂപ്പര് പറഞ്ഞു ഈ നീര് വറ്റാണ്ട് ഈ പല്ലെടുക്കാനും പറ്റും, പല്ലെടുക്കണം എന്ന് പറഞ്ഞില്ല. ഒന്നും ചെയ്യാനാവില്ല, നീര് വറ്റണം എത്ര. അപ്പൊ അതിനുള്ള മരുന്നൊക്കെ തന്നേക്കാ. ഇപ്പൊ എന്നൊക്കെ ഇപ്പൊ എനിക്ക് പനിയും തുടങ്ങി. അപ്പൊ ഞാൻ ആകെ ഇതൊക്കെ കമ്പിളൊക്കെ പൊതിച്ചിട്ട് ഒരു കുളിരുമാരിയേ അങ്ങനെ വന്നിരിക്കപ്പോ. ഞാനിപ്പോ വന്നത് വേറൊരു വിഷയം പറയണ്ടിട്ടാ. എന്തേ? അതിപ്പോ ഇക്ക പറയുന്നത് മുഴുവൻ കേടിച്ച് അങ്ങോട്ട് പറയാൻ ചിറ്റാ. ടെൻഷൻ ഒന്നും ആവണ്ട. എന്താ കാര്യമൊന്നും ചോദിക്കാനല്ലോ. എന്റെ 10 വയസ്സല്ലാട്ടോ. അല്ല പൈസക്കല്ല. പക്ഷെ നിങ്ങൾ ഈ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് പ്രശ്നം ഉണ്ടോ നേരത്തെ പോയത്? ആ ഒരു സെക്യൂരിറ്റി ചങ്ങായി ഒരു കൂർത്തം കട്ടാൻ അവരോട് വർത്താനം പറഞ്ഞെന്നാ ഒന്ന് കൊടുക്കാന്ന് തോന്നുന്നു. 2 വർത്താനം പറഞ്ഞ്. പക്ഷെ ഇതിപ്പോ എന്താ സംഭവം എന്നറിയാം നിങ്ങള്? കോയ എന്ന് പറയുന്ന ഒരാള് താലൂക്ക് ആശുപത്രിയിൽ പോയിട്ട് ഭയങ്കര മാരകായതായിട്ട് വന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കിയത്. അതിന്റെ പേരിൽ വലിയ സമരം നടന്നുകൊടുക്കുക, പ്രതിഷേധ സമരം നടക്കുവാടാ. എവിടെ? ഞാൻ പ്രശ്നം ഉണ്ടാക്കി പറഞ്ഞിട്ടോ? അതെ, ന്യൂസ് കണ്ടോ? അതെ, ഞാൻ പറഞ്ഞ ചങ്ങായി സെക്യൂരിറ്റിക്കാരല്ലേ? എന്താ പറയണേ? ഞാനോ? ഇപ്പൊ നാട്ടുകാർ മൊത്തം കണ്ടുപിടിക്കൊല്ലിക്ക. എന്തപ്പോ ആരപ്പോ എന്തപ്പം പറഞ്ഞുണ്ടാക്കണം എന്റെ കുറ്റ? ഞാൻ ഒന്നും ഇന്ത്യയിൽ എന്ത് മാരകായുധോ ഈ കൊടല്ലാട്ട്. ഇതിപ്പം പ്രശ്നം ഗുരുതരായിക്കൊണ്ട് കാരണം പോലീസ് എന്തായാലും വരൂക്ക. എന്താ ഈ കേക്കണ് പഠിച്ചോന്നെ? ഈ വയ്യാത്തോടത്ത് പോലീസ് എങ്ങോട്ട് വരണേ? മറിമായം